Dear students, MJ Vocational Higher Secondary School in ഓൺലൈൻ ലേണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ചില ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ പ്രകാരം ആറ്റത്തിനൊരു കേന്ദ്ര ഭാഗമുണ്ട്, സെൻറ്റർ. ആറ്റത്തിൻ്റെ ഈ ഒരു സെൻറ്ററിനെ, കേന്ദ്രഭാഗത്തിനെ ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ പേര് വിളിച്ചത്. കേന്ദ്രഭാഗമായ ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുപോലെ? സോളാർ സിസ്റ്റം അഥവാ സൗരയുധം. സൗരയുധത്തിൻ്റെ കേന്ദ്രഭാഗമായ സൂര്യന് ചുറ്റും മറ്റു ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ആറ്റത്തിൻ്റെ സെൻറ്ററായ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദി ഇലക്ട്രോൺസ് ആർ റിവോൾവ്ഡ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഇനി ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സഞ്ചാരപാതയെ ഷെല്ലുകൾ എന്നാണ് നമ്മൾ പേര് വിളിച്ചത്. അഥവാ ദി പാത്ത് ഇൻ വിച്ച് ദി ഇലക്ട്രോൺസ് ആർ റിവോൾവ്ഡ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ആർ നോൺ ആസ് ഷെൽസ്. എല്ലാ ഷെല്ലുകളുടെയും ഊർജം, എനർജി ഒരേപോലെയല്ല. ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലാണ് കേശൽ. കേശലിനാണ് ഏറ്റവും ഊർജം, എനർജി കുറവ്. ഇനി അടുത്ത രണ്ടാമത്തെ ഷെല്ലാണ് എൽ ഷെൽ. എൽ ഷെല്ലിന് കേശലിനേക്കാളും എനർജി കൂടുതലാണ്. മൂന്നാമത്തെ ഷെല്ല് എം ഷെൽ. എം ഷെല്ലിന് എല്ലിനേക്കാളും എനർജി കൂടുതലാണ്. അതായത് ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ എനർജി, ഊർജം കൂടിക്കൂടി വരുന്നു. ഓക്കെ, അതായത് എല്ലാ ഷെല്ലുകളുടെയും എനർജി ഒരേപോലെയല്ല. അതുകൊണ്ട് തന്നെ ഷെല്ലുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എനർജി ലെവൽസ് അഥവാ ഊർജ നിലകൾ. ഏറ്റവും എനർജി, ഊർജം കുറഞ്ഞ ഒരു നില, അതിലും കൂടിയ മറ്റൊരു നില, അതിലും കൂടിയ മറ്റൊരു നില. ഈ രീതിയിൽ ഷെല്ലുകളെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഷെൽസ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽസ്. ഇനി എല്ലാ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേപോലെയല്ല. ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് ഷെല്ലായ എൽ ഷെല്ലിന് പരമാവധി 8 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. തേർഡ് ഷെല്ലായ എം ഷെല്ലിന് 18 ഇലക്ട്രോണുകളെയും ഫോർത്ത് ഷെല്ലായ nth ഷെല്ലിന് 32 ഇലക്ട്രോണുകളെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെ ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നമ്മൾ തീരുമാനിച്ചത് 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. വേർ n ഈക്വൽ ടു ഷെൽ നമ്പർ, അതായത് എത്രാമത്തെ ഷെല്ലാണോ അതാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഷെല്ലായ കേശൽ, ഒന്നാമത്തെ ഷെല്ലാണല്ലോ കേശൽ. കേശലിന്റെ ഷെൽ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ 2n² എന്ന ഇക്വേഷനിൽ n-ന്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1² ഈക്വൽ ടു 2. റെഡിയല്ല? കേശലിൽ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. സിമിലർലി എമ്മിന്റെ ഷെൽ നമ്പർ 3 ആണ്, അതായത് മൂന്നാമത്തെ ഷെല്ലാണ് എം. അതുകൊണ്ട് തന്നെ n-ന്റെ സ്ഥാനത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ 2 × 3² ഈക്വൽ ടു 18. അതായത് 18 ഇലക്ട്രോണുകൾ വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി എം ഷെല്ലിനുണ്ട്. ലാസ്റ്റ് ഷെല്ലായ ഫോർത്ത് ഷെല്ലായ എൻ ഷെല്ലിന്റെ കേസിൽ ഷെൽ നമ്പർ 4
നാലാമത്തെ ഷെല്ലാണ് എൻ ഷെൽ. അതുകൊണ്ട് തന്നെ എന്നിന്റെ സ്ഥാനത്ത് 4 കൊടുത്തു കഴിഞ്ഞാൽ 2 × 4² = 32. ഈ രീതിയിലാണ്, അഥവാ 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, എല്ലാ ഷെല്ലുകളിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേപോലെ അല്ല. അടുത്തതായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം. ദി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് ഷെൽസ് ആർ കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. വിവിധ ഷെല്ലുകളിൽ ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണുകളെ നിറയ്ക്കുന്ന, വിന്യസിപ്പിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ വിന്യാസം. ഫോർ എക്സാമ്പിൾ, atomic number 3 lithium. Lithium contains 3 electrons. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് തന്നെ ലിഥിയത്തിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഫസ്റ്റ് 2 ഇലക്ട്രോണുകളെ കെ ഷെല്ലിൽ കൊടുക്കുന്നു. കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ഇലക്ട്രോണുകളെ കെ ഷെല്ലിൽ കൊടുത്തു. ബാക്കി 1 ഇലക്ട്രോൺ അത് അടുത്ത ഷെല്ലായ എല്ലിലേക്ക് കൊടുക്കുന്നു. Therefore, electronic configuration of lithium is 2,1. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 5 ബോറോൺ. ബോറോണിൽ 5 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലിൽ കൊടുക്കുന്നു. ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ട്. ബാക്കിയുള്ള 3 ഇലക്ട്രോണുകളെ രണ്ടാമത്തെ ഷെല്ലായ എല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2,3. സിമിലർലി നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ഇലക്ട്രോണുകളെ ഫസ്റ്റ് ഷെല്ലായ കെ ഷെല്ലിൽ 2ഉം ബാക്കി വരുന്ന 5 ഇലക്ട്രോണുകളെ രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിലും കൊടുക്കുന്നു. അതുകൊണ്ട് ഇലക്ട്രോൺ വിന്യാസം 2,5. നെക്സ്റ്റ് നിയോൺ അറ്റോമിക് നമ്പർ 10. ഫസ്റ്റ് 2 ഇലക്ട്രോൺ കെ ഷെല്ലിലും ബാക്കിയുള്ള 8 ഇലക്ട്രോണുകൾ അടുത്ത ഷെല്ലായ എൽ ഷെല്ലിലും വരുന്നു. Therefore 2,8. നെക്സ്റ്റ് സോഡിയം അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോണുകളുണ്ട്. സോ ഫസ്റ്റ് 2 ഇലക്ട്രോൺ കെ ഷെല്ലിൽ, ബാക്കി 9 ഇലക്ട്രോണുകളുണ്ട്. ആ 9 ഇലക്ട്രോണുകളെ എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല. എൽ ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. 2ഉം 8ഉം 10. ഒന്നുകൂടി ബാക്കിയുണ്ട്. ബാക്കിയുള്ള ഒന്നിനെ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2,8,1. നെക്സ്റ്റ് എക്സാമ്പിൾ, അറ്റോമിക് നമ്പർ 17 ക്ലോറിൻ. ഫസ്റ്റ് 2 ഇലക്ട്രോണുകളെ കെ ഷെല്ലിൽ കൊടുത്തു. അടുത്ത 8 ഇലക്ട്രോണുകളെ എൽ ഷെല്ലിൽ കൊടുത്തു. ബാക്കി 7 ഇലക്ട്രോണുകളുണ്ട്. ബാക്കിയുള്ള 7 ഇലക്ട്രോണുകളെ മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിലേക്ക് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2,8,7. നെക്സ്റ്റ് ആർഗൺ അറ്റോമിക് നമ്പർ 18 ഇലക്ട്രോണുകളുണ്ട്. ഫസ്റ്റ് 2 ഇലക്ട്രോൺ കെ ഷെല്ലിലും ദെൻ 8 ഇലക്ട്രോൺസ് എൽ ഷെല്ലിലും ബാക്കിയുള്ള 8 ഇലക്ട്രോണുകളെ എം ഷെല്ലിലും കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആർഗൺ ഈസ് 2,8,8. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാറ്റത്തിലുള്ള ഒരു മൂലകത്തിലുള്ള വിവിധ ഇലക്ട്രോണുകളെ അവയുടെ ഷെല്ലിൽ വിന്യസിപ്പിക്കുന്ന, അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രി നോട്ട്ബുക്കിൽ എഴുതുക. അറ്റോമിക് നമ്പർ 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം നിങ്ങളുടെ
കെമിസ്ട്രി നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. അടുത്തതായി സബ്ഷെൽ അഥവാ ഷെല്ലുകളെ പോലെ തന്നെ ആറ്റങ്ങൾക്ക് സബ്ഷെല്ലുകളുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചത് ആറ്റത്തിന് ഷെല്ലുകളുണ്ട്, ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ കാണപ്പെടുന്നു എന്ന. ഇനി നമ്മൾ ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കുന്നു. ആറ്റത്തിന് ഷെല്ലുകളുണ്ട്, ഷെല്ലുകൾക്ക് സബ്ഷെല്ലുകളുണ്ട്, സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിച്ചു. നിങ്ങൾ ഹയർ സ്റ്റഡി പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഡീപ്പായിട്ട് ചെല്ലും. ആറ്റത്തിന് ഷെല്ലുകളുണ്ട്, ഷെല്ലുകൾക്ക് സബ്ഷെല്ലുകളുണ്ട്, സബ്ഷെല്ലുകൾക്ക് വിവിധ ഓർബിറ്റുകളുണ്ട്, ഈ ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. അത്രത്തോളം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആറ്റത്തിന് വിവിധ ഷെല്ലുകളുണ്ട്, ഈ ഷെല്ലുകൾക്ക് വിവിധ സബ്ഷെല്ലുകളുണ്ട്, ഈ സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. സബ്ഷെല്ലുകൾ പ്രധാനമായും 4 എണ്ണാണുള്ളത്. എസ് സബ്ഷെൽ, പി സബ്ഷെൽ, ഡി സബ്ഷെൽ, അതേപോലെ എഫ് സബ്ഷെൽ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 140 കോടി ജനങ്ങൾ താമസിക്കുന്നു. ഇതിൽ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മൾ വിവിധ സ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റുകളെ വിവിധ ജില്ലകളായി തിരിച്ചിട്ടുണ്ട്. ജില്ലകളെ വിവിധ താലൂക്കുകളായിട്ടും പഞ്ചായത്തുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ ആറ്റത്തിന് ഷെല്ലുകളുണ്ട്, ഷെല്ലുകൾക്ക് സബ്ഷെല്ലുകളുണ്ട്, സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകളെ കാണപ്പെടുന്നത്. അപ്പം പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, നമ്മുടെ 10th സ്റ്റാൻഡേർഡിലുള്ള ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സബ്ഷെല്ലുകൾ. 4 സബ്ഷെല്ലുകളാണുള്ളത്: എസ്, പി, ഡി ആൻഡ് എഫ്. ഇനി എസ് സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. പി സബ്ഷെല്ലിൽ പരമാവധി 6 ഇലക്ട്രോണുകളെയും, ഡി സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകളെയും, എഫ് സബ്ഷെല്ലിൽ പരമാവധി 14 ഇലക്ട്രോണുകളെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം പ്രത്യേകം നോട്ട് ചെയ്യുക, എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോണുകളെയും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഇനി ഓരോ ഷെല്ലുകളുടെയും സബ്ഷെല്ലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഷെല്ലായ കെ ഷെൽ, കെ ഷെല്ലിന്റെ ഷെൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് കെ ഷെല്ലിന് ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ, എസ് സബ്ഷെൽ മാത്രം. രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെൽ, എൽ ഷെല്ലിന്റെ ഷെൽ നമ്പർ 2 ആണ്. അതുകൊണ്ട് തന്നെ എൽ ഷെൽ കണ്ടെയ്ൻസ് 2 സബ്ഷെൽസ്, എസ് ആൻഡ് പി. മൂന്നാമത്തെ ഷെല്ലായ എം ഷെൽ, എം ഷെല്ലിന് 3 സബ്ഷെൽ ഉണ്ട്. കാരണം ഷെൽ നമ്പർ 3 ആണ്. എസും പിയും ഡിയും. നാലാമത്തെ ഷെല്ലായ എൻ ഷെൽ, ഷെൽ നമ്പർ 4 ആണ്. അതുകൊണ്ട് തന്നെ 4 സബ്ഷെല്ലുകളുണ്ട്: എസ്, പി, ഡി, എഫ്. ഇപ്പം പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, ഓരോ ഷെല്ലുകളുടെയും സബ്ഷെല്ലുകൾ. കെ ഷെല്ലിന് 1 സബ്ഷെൽ മാത്രം, എല്ലിന് 2, എമ്മിന് 3, എന്നിന് 4 സബ്ഷെല്ലുകൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ട് പൊതുവായിട്ട് വരുന്ന സബ്ഷെൽ ഏതാ? നിങ്ങൾ നോക്കി, എല്ലാ ഷെല്ലിലും കാണപ്പെടുന്ന ഒരു സബ്ഷെല്ലാണ് എസ്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു എസ് സബ്ഷെൽ തന്നു കഴിഞ്ഞാൽ അത് ഏത് ഷെല്ലിന്റെ സബ്ഷെല്ലാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് സബ്ഷെല്ലിന്റെ മുമ്പിൽ ഷെൽ നമ്പർ കൂടി കൊടുക്കുന്നു. അതായത് കെ ഷെല്ലിന്റെ ഷെൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് ഈ എസിന്റെ മുന്നിൽ 1 കൊടുക്കുക. അതുകൊണ്ട് കെ ഷെല്ലിന്റെ സബ്ഷെൽ എന്ന് പറയുന്നത് 1s. വായിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വായിക്കേണ്ടത് 1s. ഇനി
എൽ ഷെല്ലിന്റെ സബ് ഷെല്ലായതുകൊണ്ട് തന്നെ ഈ എസിന്റെയും പിയുടെയും മുന്നിലായിട്ട് 2 കൊടുക്കുന്നു. കാരണം എൽ ഷെല്ലിന്റെ ഷെൽ നമ്പർ 2 ആണ്, അതുകൊണ്ടാണ് മുന്നിൽ 2 കൊടുത്തത്. ഇനി തേർഡ് ഷെല്ലായ എം ഷെല്ലിന്റെ ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് എം ഷെല്ലിന്റെ സബ് ഷെല്ലുകളുടെ മുമ്പിലായിട്ട് 3 കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ എം ഷെല്ലിന്റെ സബ് ഷെല്ലുകളാണ് 3s, 3p, 3d. ഫോർത്ത് ഷെല്ലായ എൻ ഷെല്ലിന്റെ ഷെൽ നമ്പർ 4 ആയതുകൊണ്ട് തന്നെ നാലാമത്തെ ഷെല്ലിന്റെ സബ് ഷെല്ലുകളാണ് ഈ SPDF. അതുകൊണ്ട് അതിന്റെ മുമ്പിലായിട്ട് 4 കൊടുക്കുന്നു. അതുകൊണ്ട് നാലാമത്തെ ഷെല്ലായ എൻ ഷെല്ലിന്റെ സബ് ഷെല്ലുകളാണ് 4sഉം 4pയും 4dയും 4fഉം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഷെല്ലുകളുടെയും സബ് ഷെല്ലുകൾ കെ ഷെല്ലിന് ഒരൊറ്റ സബ് ഷെൽ 1s മാത്രം, എൽ ഷെല്ലിന് 2 സബ് ഷെൽ 2sഉം 2pയും, എം ഷെല്ലിന് 3 സബ് ഷെൽ 3s, 3p, 3d, എൻ ഷെല്ലിന് 4 സബ് ഷെല്ലുകൾ 4s, 4p, 4d, 4f. അടുത്തതായി ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ നമ്മൾ ക്രമീകരിച്ചതുപോലെ സബ് ഷെല്ലുകളെയും ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ സാധിക്കും. സബ് ഷെല്ലുകളുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓരോ ഷെല്ലുകളുടെയും സബ് ഷെല്ലുകൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഷെല്ലിന്റെ സബ് ഷെൽ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ ഷെല്ലിന്റെ സബ് ഷെൽ എഴുതിയിട്ടുണ്ട്, മൂന്നാമത്തതിൻ്റെ എഴുതിയിട്ടുണ്ട്, നാലാമത്തെ എഴുതിയിട്ടുണ്ട്, അഞ്ചാമത്തെ ഷെല്ലിന്റെ സബ് ഷെല്ലും എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ രീതിയിൽ ഡയഗണലി ഞാൻ ലൈന് വരക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് വരക്കുന്നത്. ഏറോ ശ്രദ്ധിക്കുക, താഴോട്ടേക്കാണ് ഏറോ. അതേപോലെ നെക്സ്റ്റ് ലൈൻ ഈ രീതിയിൽ ലൈന് വരച്ചതിന് ശേഷം ഫസ്റ്റ് ലൈനായ ഈ ഒരു ലൈനിൽ 1s സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് അഥവാ ഏറ്റവും എനർജി ഊർജം കുറഞ്ഞ സബ് ഷെല്ലാണ് 1s. ഇനി അടുത്ത ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ 2s ഉണ്ട്. അതുകൊണ്ട് രണ്ടാമതായിട്ട് 2s എഴുതുന്നു. ഇനി മൂന്നാമത്തെ ലൈൻ എടുത്തു കഴിഞ്ഞാൽ 2p ഉണ്ട്, 3s ഉണ്ട്. ഞാൻ പറഞ്ഞു മുകളിൽ നിന്നും താഴോട്ടേക്കാണ് ഡയറക്ഷൻ. അപ്പൊ മുകളിലുള്ള 2p ഫസ്റ്റ് എഴുതുന്നു, രണ്ടാമത് 3s എഴുതുന്നു. അപ്പം 2s കഴിഞ്ഞാൽ 2p, 2p കഴിഞ്ഞാൽ 3s. നെക്സ്റ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ 3pയും 4sഉം ഉണ്ട്. മുകളിൽ 3pയും താഴെ 4sഉം. അതുകൊണ്ട് ആദ്യം 3p എഴുതുന്നു, രണ്ടാമത് 4s എഴുതുന്നു. നെക്സ്റ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ 3d, 4p, 5s. ആദ്യം മുകളിലുള്ള 3d, പിന്നീട് അതിന് താഴെയുള്ള 4p, അതിനുശേഷം നെക്സ്റ്റ് 5s. 3d, 4p, 5s. ഈ ഒരു ഓർഡറിലാണ്, ഈ ഒരു ക്രമത്തിലാണ് സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം. അപ്പൊ ഏറ്റവും ഊർജം എനർജി കുറഞ്ഞ സബ് ഷെല്ലാണ് 1s, അതിലും കൂടുതലാണ് 2s. ഈ ഒരു ഓർഡർ, അതായത് സബ് ഷെല്ലുകളുടെ എനർജി കൂടി വരുന്ന ഓർഡർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓരോ ഷെല്ലുകളിലും പരമാവധി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. അതേപോലെ സബ് ഷെല്ലുകൾ പ്രധാനമായും 4 സബ് ഷെല്ലുകൾ എസ്, പി, ഡി ആൻഡ് എഫ്. ഓരോ സബ് ഷെല്ലുകളിലും പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം
എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. പിന്നീട് ഓരോ സെല്ലുകളുടെയും സബ് സെല്ലുകൾ കെയുടെ 1s, എല്ലിൻ്റെത് 2s ഉം 2p ഉം, എമ്മിൻ്റെത് 3s 3p 3d, എന്നിൻ്റെത് 4s 4p 4d 4f. അതിനുശേഷം ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം എഴുതിയതുപോലെ, അതായത് ഏറ്റവും ഊർജം കുറഞ്ഞ ഷെൽ കെ ഷെൽ, അതിലും കൂടുതൽ എൽ, അതിലും കൂടുതൽ എം, അതിലും കൂടുതൽ എൻ. ഇതേപോലെ സബ് ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം 1s, അതിലും കൂടുതലാണ് 2s, അതിലും കൂടുതലാണ് 2p, അതിലും കൂടുതലാണ് 3s, അതിലും കൂടുതലാണ് 3p, അതിലും കൂടുതലാണ് 4s, അതിലും കൂടുതലാണ് 3d. പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, 4sനേക്കാളും എനർജി കൂടുതലാണ് 3dക്ക്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 3dനേക്കാളും ഊർജം എനർജി കുറവാണ് 4sന്. അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ ക്ലാസ് എടുത്ത ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗത്ത് പീരിയോഡിക് ടേബിളിലുള്ള 1 മുതൽ 18 വരെയുള്ള മൂലകങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളുടെ കെമിസ്ട്രി നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള ഭാഗങ്ങൾ വീണ്ടും അടുത്ത ക്ലാസ്സിലായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.